ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ജ്വല്ലറി കളക്ഷൻസ് ആണ്. കുറച്ച് ജ്വല്ലറീസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിൻ്റെ ഒരു കളക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡെയിലി അങ്ങനെ വലുതായിട്ട് ജ്വല്ലറി ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. ആദ്യം വരുന്നത് ഇതാ ഈ ഒരു മാലയാണ്. ഇതിൻ്റെ അകത്ത് വെള്ള കല്ലും വരുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ള കല്ലല്ല, വെള്ള മുത്തും വരുന്നുണ്ട്, ഗോൾഡനും വരുന്നുണ്ട്, അതുപോലെ ഒരു മാലയും അതിൻ്റെ തന്നെ കമ്മലാട്ടോ. ഈ മാലയും കമ്മലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കല്യാൺ സിൽസിൽ നിന്നാണ്. പിന്നെ വരുന്നൊരു കമ്മൽ ഇതാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു മാല ഉണ്ടായിരുന്നു, എവിടെയാണെന്ന് അറിയത്തില്ല, കാണാതെ പോയി. ഞാൻ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ചെറിയൊരു സ്വർണ്ണത്തിൻ്റെ സ്റ്റഡാണ് ഇടാറ്. അല്ലെങ്കിൽ കല്യാണമൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ഇതുപോലത്തെ ജ്വല്ലറിയൊക്കെ യൂസ് ചെയ്യുന്നത്. ഓരോ കല്യാണത്തിനും ഫംഗ്ഷനൊക്കെ വാങ്ങി വെക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ വരുന്നത് ഈ ഒരു മാലയാണ്. ഇതും ഞാൻ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അവിടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്, ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ വരുന്ന ഒരു കമ്മലാണിത്. മറ്റേ കമ്മലിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഈ ഒരു കമ്മലും വരുന്നത്. പിന്നെ വരുന്നത് ഒരു നെക്ലേസ് ആണ്. ഇതും ഞാൻ വാങ്ങിയിട്ടുള്ളത് കല്യാൺ സിൽസിൽ നിന്നാണ്. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ അവിടുന്ന് ഡ്രസ്സ് എടുക്കുമ്പം അവിടുന്ന് തന്നെ അതിന് വരുന്നതായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഞാൻ വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങിയ ഒരു മാലയാണത്. പിന്നെ അതിൻ്റെ കൂടെയുള്ള കമ്മലാണിത്. ഇത് ഒടിഞ്ഞിരിക്കുമെന്നല്ല, ഇങ്ങനെ മടങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മലാണ്. നല്ല വെള്ളക്കല്ല് വരുന്ന കമ്മലാണ്. പിന്നെ ഈ ഒരു മാല ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിന് വാങ്ങിയതാണ്. ഓണത്തിന് സെറ്റ് സാരിയിലൂടെ ഉടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു വളയും കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങിയാണ്. ഇത് പിന്നെ കോട്ടയത്ത് ടൗണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു വളയാണ്. ഈ പച്ച വളയും ഞാനൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിയ 2 കമ്മലാണ്. 2 പച്ച കമ്മലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കമ്മലായിട്ടോ. ഞാൻ വേറെ കുർത്തീസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാറുണ്ട് ആ ഒരു കമ്മൽ. പിന്നെ ഒരു റിംഗ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഈ ഒരു റിങ്ങും കൂടെ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.